ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. എനിക്ക് കിട്ടി, സംഘത്തലവനെ പിടികിട്ടി. ഇത് ഞാനല്ലേ? പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാപ്പ് തരണം. രാവിലെ മേലൊരു ഫോട്ടോ സ്പ്രെഡ് ചെയ്യാണ് ഫേസ്ബുക്കിൽ മറ്റെല്ലാം. അയ്യോ ആൾമാറാട്ടം, മുഖം മൂടി കള്ളൻ. അതായത് ഏതോ വാളയാഞ്ചേരി, അതായത് മലപ്പുറത്ത് എന്തോ ഒരു മോശം നടന്നത്. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അതിൽ CCTV കിട്ടിയ ഫോട്ടോ അയാൾക്ക് ഞാനായിട്ട് സിമിലാരിറ്റി ചെയ്യുന്നുണ്ട്. ഒരു മാറ്റമില്ല. ഹൈറ്റും വെയിറ്റും എല്ലാം ഒരുപോലെ. ഇതിന്റെ പേരിൽ കമന്റ്സിൽ പോയി ആറാട്ടമില്ല. ഞാനിപ്പോ എറണാകുളത്താണ്, കഴിഞ്ഞ ഒരാഴ്ചയുടെ എറണാകുളത്താണ്. നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. എന്ത് തോന്നുവാശ കാണിക്കുന്നത്. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. വല്ലാത്ത അവസ്ഥയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ മോശം കേസ് മോഷ്ടാവ് എന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ എന്റെ ഇമേജ് മാറിയിരിക്കുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു ഫോൺ കോൾ ചെയ്ത് മുറിയിൽ ഇപ്പൊ ലക്ഷങ്ങൾ. ബാലൻസ് കാണിക്കൂ. എത്ര? 5,61,821. 1% ഉണ്ടാവുള്ളൂ. അദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇത് വളരെ മോശം കാര്യമാണ്. ഇത് ഞാനല്ല. ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? ഫ്ലാഷ് ബാക്ക്. സന്തോഷ് വർക്കി അറസ്റ്റിലായി. നടിമാർക്കെതിരായ അശ്ലീല പരാമർശത്തിലാണ് അറസ്റ്റ്. ശരി, എങ്ങനെ വിശ്വസിക്കും? നിന്റെ കയ്യിലിരിപ്പ് ഇത് അതായിരുന്നല്ലോ. ഞാനല്ല. അത് എഴുതി ഉറപ്പിച്ച ഞാനല്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.